കുഞ്ചൻ നമ്പ്യാരെ അറിയോ മക്കളെ നിങ്ങൾക്ക്? ആരാണ് നമ്പ്യാര്? തുള്ളൽ ആരാണ് കുഞ്ചൻ നമ്പ്യാര്? തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ. കേട്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? എന്ത് കുഞ്ചൻ നമ്പ്യാർ അറിയാം അല്ലേ? അങ്ങനെ ഒരാളുണ്ട്. വലിയ ക്ലാസ്സിലെത്തുന്തോറും നിങ്ങൾ പഠിക്കും. അപ്പൊ എലിയും പൂച്ചയും എന്നാണ്. ഒരു മാർജാരൻ വനഭുവി രാത്രിയിൽ ഇരയും തെണ്ടി നടക്കുന്നേരം തരസാ ചെന്നൊരു വലയിൽ ചാടി കരവും കാലും ഇളക്കാൻ മേല. പരവശനപ്പോൾ ഞാവും ഞാവും കരവൂതും ചെയ്തവിടെ വലഞ്ഞു. അരികെയുള്ളൊരു പോട്ടിലിരിക്കും പെരുതായുള്ളൊരു മൂഷികനപ്പോൾ അരിയായുള്ളൊരു പൂച്ചത്തടിയൻ കരയുന്നതു കേട്ടൊന്നു വിരണ്ടു. ഉരിയാടാതെ മുഖം കാട്ടുന്നതും ഒരു കുറി കണ്ട പൂച്ചയുമപ്പോൾ സരസതയോടു വിളിച്ചാനവനെ, പരവശനായി ഞാൻ മൂഷിക വീര. വലയിൽ ചാടി വലഞ്ഞിതു ഞാനൊരു ഫലമില്ലാതെ മരിക്കാറായി. എന്താ പറഞ്ഞത് ഇവിടെ? മാർജാരൻ. മാർജാരൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പൂച്ച. മാർജാരൻ എന്ന് പറഞ്ഞ ആരാ? പൂച്ച. വനഭുവി രാത്രിയിൽ ഇരയും തെണ്ടി നടക്കുന്നേരം. പൂച്ചേനെ അറിയില്ലേ? ക്യാറ്റിന അറിയില്ലേ? ഓക്കെ. അപ്പോ ഒരു മാർജാരൻ എന്ന് പറഞ്ഞ ഒരു പൂച്ച. വനഭുവി. വനഭുവി പറഞ്ഞ എന്താ അർത്ഥം? വനപ്രദേശം, കാട്ടുപ്രദേശം അല്ലെ? വനഭുവി രാത്രിയിൽ ഇരയും തെണ്ടി നടക്കുന്നേരം. ഇര എന്താണ്? പൂച്ചയുടെ ഇര എന്തെങ്കിലും ഭക്ഷണം അല്ലെ? ഇരയും തെണ്ടി നടക്കുന്നേരം. ഇരയും തെണ്ടി നടക്കുക എന്താണ്? ഭക്ഷണം അന്വേഷിച്ച് നടക്കുന്ന നേരം. ആര്? പൂച്ച. ഏതിലേക്കൂടെ? കാട്ടുപ്രദേശത്തെ കൂടേതാണുള്ളത് അല്ലെ? തരസാ. തരസാ ചെന്നൊരു വലയിൽ ചാടി. തരസ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താണ് തരസ എന്ന് വേർഡിന്റെ അർത്ഥം? പെട്ടെന്ന്. തരസ ചെന്നൊരു വലയിൽ ചാടി അല്ലെ? ഭക്ഷണം അന്വേഷിച്ച് ഇങ്ങനെ നടക്കുന്ന സമയത്ത് എന്തായി? പെട്ടെന്ന് ഒരു വലയിൽ കുടുങ്ങിപ്പോയി അല്ലെ? വലയിൽ ചാടി. കരവും കാലും ഇളക്കാൻ മേല. എന്താണ് കരം? കരം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? കൈ അല്ലെ? കരം കൈ അല്ലെ? ആരോണേ? ഓക്കെ. കരം കൈ. അപ്പൊ കരവും കാലും ഇളക്കാൻ മേല. കാല്, കാലറിയില്ലേ? കയ്യും കാലും ഇളക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വലയിൽ കുടുങ്ങിപ്പോയി എന്നർത്ഥം. ആര്? പൂച്ച. എന്തന്വേഷിച്ച് പോകുന്ന സമയത്ത്? ഇര അന്വേഷിച്ച് ഭക്ഷണം തേടി പോകുന്ന സമയത്ത് അല്ലേ? ഓക്കെ. അത്രയാണ് ആ ലൈനിൽ പറഞ്ഞത്. ഒരു മാർജാരൻ വനഭുവി രാത്രിയിൽ ഇരയും തെണ്ടി നടക്കുന്നേരം തരസാ ചെന്നൊരു വലയിൽ ചാടി കരവും കാലും ഇളക്കാൻ മേല. പെട്ടെന്ന് ചെന്നിട്ട് ചാടി ഒരു വലയിൽ കുടുങ്ങിപ്പോയി അല്ലെ? അപ്പൊ എന്തുണ്ടായി? നമ്മൾ വലയിൽ കുടുങ്ങി നമുക്ക് കാലും കൈയൊന്നും ഇളക്കാൻ പറ്റില്ല അല്ലെ? അനക്കാൻ. അങ്ങനെയായി. ഓക്കെ. ആര്? പൂച്ച. ആ 4 ലൈനില് പറഞ്ഞിട്ടുണ്ട്. ഒരു മാർജാരൻ വനഭുവി രാത്രിയിൽ ഇരയും തെണ്ടി നടക്കുന്നേരം തരസാ ചെന്നൊരു വലയിൽ ചാടി കരവും കാലും ഇളക്കാൻ മേല. കാലും കൈയൊന്നും അനക്കാനാവാതെ വലയിൽ കുടുങ്ങിപ്പോയി. ആര്? പൂച്ച. ഭക്ഷണം അന്വേഷിച്ച് നടക്കുന്ന സമയത്ത്. ഓക്കെ. വനഭൂമി കാട്ടുപ്രദേശത്ത് കൂടി നടക്കുന്ന സമയത്ത്. അടുത്തെന്തിനാ പറയുന്നത്? പരവശനപ്പോൾ ഞാവും ഞാവും. എങ്ങനെയാ പൂച്ച വരുവാ? ഞാവും ഞാവും എന്ന് പറയും അല്ലെ? ഞാവും ഞാവും. ആരാ നല്ല രീതി കരഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാവും ഞാവും പൂച്ച വരും അല്ലെ? പരവശനപ്പോൾ. പരവശൻ എന്താ അർത്ഥം? പരവശൻ എന്താണ് വേർഡിന്റെ മീനിങ്? പരവശൻ ക്ഷീണിതൻ. എന്താണ്? ക്ഷീണിതൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കര ക്ഷീണത്തിലല്ലേ? ഇപ്പൊ ആരെയാ പറയണ്ട ഈ കൂട്ടത്തില്? ഓക്കെ. വല്ലാണ്ട് ക്ഷീണിച്ചിട്ടല്ലേ? ഒന്നും കഴിയാത്തൊരവസ്ഥ. അങ്ങനെയില്ലേ ഞാൻ പറയുക? പരവശൻ അല്ലെ? അപ്പൊ പരവശൻ അപ്പോൾ ഞാവും ഞാവും കരവൂതും ചെയ്തവിടെ വലഞ്ഞു
അല്ലേ? അടക്കടന്നു അവിടെ നിന്നു കടന്നു. പെരുതായുള്ളൊരു മൂഷികൻ. അപ്പോൾ മൂഷികൻ ആരാ? മൂഷികൻ ഒന്ന് അർത്ഥമല്ലോ വേഗം വേഗം ഒന്ന് പറഞ്ഞേ. ആരാ മൂഷികൻ? എലി. അപ്പോ എന്ത് ചെയ്യുന്നേ? അരികെയുള്ളൊരു കൂട്ടിലിരിക്കും പെരുതായുള്ളൊരു മൂഷികൻ അപ്പോൾ. അല്ലെ? പെരുതായുള്ളൊരു, പെരുത് പറഞ്ഞ എന്താ അർത്ഥം? വലുത് അല്ലെ? പെരുതായുള്ളൊരു മൂഷികൻ അപ്പോൾ. പോട് പറഞ്ഞ എന്താണ്? പോട് പൊത്ത് അല്ലെ? പോട്, പൊത്തില് ഇരിക്കുന്ന എലി. മൂഷികൻ എന്ത് ചെയ്തു? എന്താ ചെയ്യുന്നേ? അരികെയുള്ളൊരു പോട്ടിലിരിക്കുന്ന വലിയവനായ മൂഷികൻ. അത്രേ പറഞ്ഞുള്ളൂ അല്ലെ? അപ്പൊ രണ്ടാമത്തെ ആ 4 ലൈനിൽ എന്താ പറയുന്നത്? രണ്ടാമത്തെ സ്റ്റാൻസിൽ എന്താ പറയുന്നത്? പരവശനപ്പോൾ ഞാവും ഞാവും കരവൂതും ചെയ്തവിടെ വലഞ്ഞു അരികെയുള്ളൊരു പോട്ടിലിരിക്കും പെരുതായുള്ളൊരു മൂഷികനപ്പോൾ. നെക്സ്റ്റ് ലൈൻ നമുക്ക് നോക്കാം അല്ലെ? അടുത്ത അരിയായുള്ളൊരു പൂച്ചത്തടിയൻ. അരി എന്ന് പറഞ്ഞ ആരാ? ശത്രു. അരി ശത്രു. അരിയായുള്ളൊരു പൂച്ചത്തടിയൻ. എലിയുടെ ശത്രുവാണ് ആരല്ലേ? പൂച്ച. കരയുന്നത് കേട്ടൊന്നു വിരണ്ടു അല്ലെ? കരയുന്നത് കേട്ടിട്ട് ഒന്ന് പരിഭ്രമിച്ചു. ആര്? എലി. പൂച്ചയുടെ കരച്ചിൽ കേട്ട സമയത്ത് എലി പേടിച്ചു വിരണ്ടു അല്ലെ? പരിഭ്രമിച്ചു പോയി. എന്നിട്ടോ ഉരിയാടാതെ മുഖം കാട്ടുന്നതും ഒരു കുറി കണ്ട പൂച്ചയും അപ്പോൾ. ഉരിയാടാതെ, പറയാതെ അല്ലെ? ഉരിയാടുക പറഞ്ഞ എന്താ അർത്ഥം? ഉരിയാടുക പറഞ്ഞ മിണ്ടുക അല്ലെ? ഉരിയാടാതെ, ഒന്നും മിണ്ടാതെ. എന്ത്? മുഖം കാട്ടുന്നതും ഒരു കുറി കണ്ട പൂച്ചയും അപ്പോൾ അല്ലെ? അപ്പൊ എന്ത് ചെയ്തു? ഒരു കുറി പറഞ്ഞ എന്താ അർത്ഥം? ഒരു തവണ അല്ലെ? ഒരു കുറി, ഒരു തവണ. അപ്പൊ എന്താ ഇതിൽ പറഞ്ഞേ? ശത്രുവായ പൂച്ചത്തടിയൻ കരയുന്ന കേട്ടപ്പോൾ ഒന്ന് എലി എന്ത് ചെയ്തു? പരിഭ്രമിച്ചു പോയി അല്ലെ? എന്നിട്ടോ ആടാതെ മുഖം കാട്ടുന്നതും ഒരു കുറി കണ്ട പൂച്ചയും അപ്പോൾ. എന്താ അടുത്ത ലൈനിൽ പറയുന്നത്? സരസതയോടു വിളിച്ചാനവനെ പരവശനായി ഞാൻ മൂഷിക വീര. സരസത എന്താണ്? സരസത രസത്തോടുകൂടി. സരസത രസത്തോടുകൂടി. വിളിച്ചാനവനെ പരവശനായി. പരവശൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അർത്ഥം. എന്ത്? ക്ഷീണിതൻ. എന്താ അജിസലേ? പരവശൻ ക്ഷീണിതൻ അല്ലെ? പരവശനായ സരസതയോടെ വിളിച്ചാനവനെ പരവശനായി ഞാൻ മൂഷിക വീര. ഞാൻ പരവശൻ ക്ഷീണിച്ചിട്ടായുള്ളത് പറഞ്ഞു അല്ലെ? മൂഷികനോട്. ആരോട്? എലിയോട്. വലയിൽ ചാടി വലഞ്ഞിത് ഞാനൊരു ഫലമില്ലാതെ മരിക്കാറായി അല്ലെ? വലയിൽ ചാടി കുടുങ്ങിയിട്ട് ഞാൻ എന്ത് ചെയ്യും? മരിക്കാറായിട്ടുള്ളത്. ആര്? എലിയോട് പൂച്ച പറയാണ് അല്ലെ? ഇപ്പൊ ഞാൻ നിന്നെ പിടിക്കാനൊന്നും വരുന്നൊരവസ്ഥയിലല്ല, ഞാൻ ക്ഷീണിച്ചിട്ടായുള്ളത്, വലയിൽ കുടുങ്ങിയിട്ടായുള്ളത് എന്ന് പറയുന്നു അല്ലെ? സാധാരണ ഒരു ശത്രുക്കളാണ് അല്ലെ? അതുകൊണ്ട് എലി രക്ഷിക്കുവോ അതറിയില്ല. അതിൽ ഇത്രേ പറയുന്നുള്ളൂ അല്ലെ? കണ്ടോ നിങ്ങളെ പിക്ചറ്? പൂച്ച വലയിൽ കുടുങ്ങിയിട്ട് കണ്ടോ? ആ മൂഷികൻ അപ്പുറം നിൽക്കുന്നുണ്ട് അല്ലേ? അപ്പൊ പാഠം എന്താ പേര്? എലിയും പൂച്ചയും. ഒരു മാചാരൻ വനഭുവി രാത്രിയിൽ ഇരയും തെണ്ടി നടക്കുന്നേരം തരസാ ചെന്നൊരു വലയിൽ ചാടി കരവും കാലും ഇളക്കാൻ മേല. പരവശനപ്പോൾ ഞാവും ഞാവും കരവൂതും ചെയ്തവിടെ വലഞ്ഞു അരികെയുള്ളൊരു പോട്ടിലിരിക്കും പെരുതായുള്ളൊരു മൂഷികനപ്പോൾ. അരിയായുള്ളൊരു പൂച്ചത്തടിയൻ കരയുന്നത് കേട്ടൊന്നു വിരണ്ടു ഉരിയാടാതെ മുഖം കാട്ടുന്നതും ഒരു കുറി കണ്ട പൂച്ചയും അപ്പോൾ. സരസതയോടു വിളിച്ചാനവനെ പരവശനായി ഞാൻ മൂഷിക വീര. വലയിൽ ചാടി വലഞ്ഞിതു ഞാനൊരു ഫലമില്ലാതെ മരിക്കാറായി. അപ്പൊ വലയിൽ ചാടി കുടുങ്ങിയിട്ടുള്ള ഞാൻ
ഒരു ഫലമില്ലാതെ മരിക്കാറാവാനായി എന്നാണ് ആര് പൂച്ച പറയുന്നത് അല്ലെ എലിയോട്. എലി പൂച്ചയുടെ സൗണ്ട് കേട്ടപ്പോൾ എന്തായി? ഒന്ന് പേടിച്ച് വരണ്ടുപോയി അല്ലെ. തന്റെ ശത്രു ആയതുകൊണ്ട് ഒന്ന് പേടിച്ച് വരണ്ടുപോയി. അപ്പോ കുറച്ച് വേർഡ്സിന് പുതിയ പുതിയ വേർഡ്സ് ഉണ്ട്, അർത്ഥമുണ്ട് അല്ലേ? എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടോ മക്കളെ? അത് കിട്ടുന്നുണ്ടോ? ഒരു മാർജാരൻ വനഭുവി രാത്രിയിൽ. നോക്കിയേ, നിങ്ങൾ വായിക്കുന്നത് വരിയിൽ നോക്കിയേ ശരിക്ക്. കേട്ടോ? ആദ്യം മുതൽ മിസ് ഒന്നുകൂടി വായിക്കത്. ഒരു മാർജാരൻ വനഭുവി രാത്രിയിലിരയും തെണ്ടി നടക്കുന്നേരം തരസാ ചെന്നൊരു വലയിൽ ചാടി കരവും കാലുമിളക്കാൻ മേല. മേല അർത്ഥം എന്താ? വയ്യ. കാലും കയ്യും അനക്കാൻ പറ്റാതെ വലയിൽ കുടുങ്ങിപ്പോയി. ആര്? പൂച്ച അല്ലെ. എന്തിനു വേണ്ടി നടന്ന സമയത്ത്? ഭിക്ഷ തേടി, വല്ല ഭക്ഷണം തേടി, ഭിക്ഷ തേടിയല്ല, ഭക്ഷണം തേടി നടന്ന സമയത്ത് അല്ലെ, രാത്രിയില് കാട്ടുപ്രദേശത്ത്. ഓക്കെ. പരവശനപ്പോൾ ഞാവും ഞാവും കരവൂതും ചെയ്തവിടെ വലഞ്ഞു അരികെയുള്ളൊരു പോട്ടിലിരിക്കും പോട്ട്. എന്താണ് പൊട്ട്? പെരുതായുള്ളൊരു മൂഷികൻ. അപ്പൊ മൂഷികൻ എന്ത് ചെയ്തു? പരവശനപ്പോൾ ഞാവും ഞാവും കരവൂതും ചെയ്തവിടെ വലഞ്ഞു, ക്ഷീണിച്ചു കിടക്കുന്നുണ്ട്. ആര്? പൂച്ചയുണ്ട്. പിന്നെന്താ? അരിയായുള്ളൊരു പൂച്ചത്തടിയൻ കരയുന്നത് കേട്ടൊന്നു വിരണ്ടു. ആര്? മൂഷികൻ ഒന്ന് വിരണ്ടു പോയി അല്ലേ, ശത്രുവായ പൂച്ച കരയുന്നത് കേട്ടപ്പോ. ഉരിയാടാതെ മുഖം കാട്ടുന്നതും ഒരു കുറി കണ്ട പൂച്ചയും അപ്പോൾ സരസതയോടു വിളിച്ചാനവനെ, പരവശനായി ഞാൻ മൂഷിക വീര, വലയിൽ ചാടി വലഞ്ഞിതു ഞാനൊരു ഫലമില്ലാതെ മരിക്കാറായി. എന്താ പറഞ്ഞ? രസത്തോടുകൂടി വിളിച്ചു അല്ലെ, രസത്തോടുകൂടി വിളിച്ചു മൂഷിക വീരാന്ന്. ഞാൻ വലയിൽ ചാടി വലഞ്ഞിട്ടുള്ളത് ഇവിടെ, ഫലമില്ലാതെ ഇവിടെ ഞാൻ ഒരു ഫലമില്ലാതെ, എന്നെ ഒന്ന് ഇറക്കി തരുമോന്നാണ് ആര്? എലിയോട് പൂച്ച ചോദിക്കുന്നത് അല്ലെ. വലയിൽ കുടുങ്ങിയിട്ടുള്ളത് ആര്? പൂച്ച. ഇതാണ് അതിൽ പറയുന്നത് അല്ലെ, കുഞ്ചൻ നമ്പ്യാരുടേതാണ്. അപ്പോ അർത്ഥം മാർജാരൻ. അവിടെ മിസ് ആദ്യം പറഞ്ഞില്ല, ഒരു മാർജാരൻ. മാർജാരൻ എന്ന് പറഞ്ഞാൽ പൂച്ചയാണ്. ഓക്കെ. അർത്ഥം ശ്രദ്ധിക്കുക കേട്ടോ. മാർജാരൻ പൂച്ച. നെക്സ്റ്റ് എന്താണ്? വനഭുവി. വനഭുവി അർത്ഥം എന്താ? കാട്ടുപ്രദേശം. വനഭുവി കാട്ടുപ്രദേശം. ഇതിന്റെ ഇതിൽ തന്നെയാണ് ഞാൻ പറയുന്ന നേരത്തെ ഇരയും തെണ്ടി നടക്കുന്ന തരസ, പെട്ടെന്ന്, കരവും കാലും ഇളക്കാൻ മേല. മേല വയ്യ. പരവശൻ ക്ഷീണിതൻ. അപ്പൊ പരവശൻ അപ്പോൾ ഞാവും ഞാവും കരവൂതും ചെയ്ത് അവിടെ വലഞ്ഞു, ക്ഷീണിച്ചു. അരികെയുള്ളൊരു പോട്ട്. പോട്ട് പൊത്ത്. ഇത് വലുത്. മൂഷികനപ്പോൾ അരിയായുള്ളൊരു പൂച്ചത്തിൽ. അരി ശത്രു. കരയുന്നത് കേട്ടൊന്നു വിരണ്ടു. വിരണ്ടു വിരളുക എന്താണ്? പരിഭ്രമിക്കുക. മുഖം കാട്ടുന്നതും ഒരു കുറി, ഒരു തവണ കണ്ട പൂച്ചയും അപ്പോൾ സരസത, രസത്തോടുകൂടി വിളിച്ചാനവനെ, പരവശനായി ഞാൻ മൂഷിക വീര, വലയിൽ ചാടി വലഞ്ഞിതു ഞാനൊരു ഫലമില്ലാതെ മരിക്കാറായി. പാഠം മനസ്സിലാവുന്നുണ്ടോ? വായിക്കാൻ കിട്ടുന്നുണ്ടോ മക്കളെ? ഓ, അപ്പൊ അത്രയാണ് പറയുന്നത് അല്ലേ. വായിക്കാനാവൂ? ആർക്ക് വായിക്കാനാവൂ ഇത്? ആര് വായിക്കുന്നേ? ഓക്കെ. ആസിദ് വായിച്ചോ. ആസിയ വായിച്ചോ. പാഠം 15. എലിയും പൂച്ചയും. ഒരു മാർജാരൻ വനഭൂയി യാത്രയിൽ ഇരയും തെണ്ടി നടക്കുന്നേരം തരസാ ചെന്നൊരു വലയിൽ ചാടി കരവും കാലുമിളക്കാൻ മേല. പരവശനപ്പോൾ ഞാവൂ
കരവൂതും ചെയ്തവിതേ വലഞ്ഞു അരികെയുള്ളൊരു കോട്ടിലിരിക്കും പെരുതായുള്ളൊരു മൂഷികനപ്പോൾ അരിയായുള്ളൊരു പൂച്ചത്തടിയൻ കഴിയുന്നതു കേട്ടൊന്നു വിരണ്ടു ഉരിയാടാതെ മുഖം കാട്ടുന്നതു മുരുകുറി കണ്ട പൂച്ചയുമപ്പോൾ സരസതയോടെ വിളിച്ചാനവനെ പരവശനായി ഞാൻ മൂഷിക വീര വലയിൽ ചാടി വലഞ്ഞിതു ഞാനൊരു ഫലമില്ലാതെ മരിക്കാറായി. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ഓക്കെ, ഏഞ്ചൽ. പാഠം 15. എലിയും പൂച്ചയും. ഒരു മാർജാരൻ വനഭൂമി രാത്രിയിൽ ഇരയും തേടി നടക്കും നേരം തരസാ ചെന്നൊരു വലയിൽ ചാടി കരവും കാലും ഇളക്കാൻ മേല പരവശനപ്പോൾ മിയാവ് മിയാവ് കരവതും ചെയ്തവിടെ വലഞ്ഞു അരികെയുള്ളൊരു പൊട്ടിലിരിക്കും പെരുതായുള്ളൊരു മൂഷികനപ്പോൾ അരിയായുള്ളൊരു പൂച്ചത്തടിയൻ കരയുന്നത് കേട്ടൊന്നു വിരണ്ടു ഉരിയാടാതെ മുഖം കാട്ടുന്നതും ഒരു കുറി കണ്ട പൂച്ചയും അപ്പോൾ സരസതയോടെ വിളിച്ചവനെ ചടി വലഞ്ഞ ഞാനൊരു ഫലമില്ലാതെ മരിക്കാറായി. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പാടുന്നേ? നെക്സ്റ്റ് ആരാ? ആർക്കും അറിയില്ല? അറിയില്ലു. ഓക്കെ, പഠിക്കറിയില്ലു. പാഠം 15. എലിയും പൂച്ചയും. ഒരു മർജാരൻ വനഭൂമി രാത്രിയിലും തേടി നടക്കും നേരം തരസാ ചെന്നൊരു വലയിൽ ചാടി കരവും കാലും ഇളക്കാൻ മേല പരവശനപ്പോൾ ഞാവും കരവൂതും ചെയ്തവിടെ വളഞ്ഞു അരികെയുള്ളൊരു പോട്ടിലിരിക്കും പെരുതായുള്ളൊരു മൂഷികനപ്പോൾ അരിയായുള്ളൊരു പൂച്ചത്തടിയൻ കരയുന്നതു കേട്ടൊന്നു വിരണ്ടു ഉരിയാടാതെ മുഖം കാട്ടുന്നതു മുരുകുറി കണ്ട പൂച്ചയുമപ്പോൾ സരസതയോട് വിളിച്ചാനവനെ പരവേശനായി ഞാൻ വലയിൽ ചാടി വലഞ്ഞിതു ഞാനൊരു ഫലമില്ലാത്ത മരിക്കാറായി. കുഞ്ചൻ നമ്പ്യാർ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് സെൽന എലിസബത്ത്. ഒരു മാർജാരൻ വനഭൂമി രാത്രിയിൽ ഇരത്തേണ്ടി നടക്കും നേരം തരസ ചെന്നൊരു വലയിൽ ചാടി കരവും കാലുമിളക്കാൻ മേല പരവശനപ്പോൾ ഞാവും കരവതും ചെയ്തിവിടെ വലഞ്ഞു
അരികെയുള്ള ഒരു പോട്ടിലിരിക്കും പെരുതായുള്ള ഒരു മുഷികാൻ അപ്പോൾ അരിയായുള്ള ഒരു പുച്ചത്തരിയൻ കരയുന്നത് കേട്ടൊന്നു വിരണ്ടോ ഉരിയാടാതെ മുഖം കാട്ടുന്നതും കണ്ട പൂച്ചയുമാപ്പോൾ സരസതയോടെ വിളിച്ചവനെ പരസനായി ഞാൻ മുഷിക വീര വലയിൽ ചാടി വലഞ്ഞതു ഞാനൊരു ഫലമില്ലാതെ മരിക്കാറായി. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പാടുന്നേ? ആരും പാടുന്നില്ലേ? ബെനീറ്റ, എന്താ ബെനീറ്റ? ബെനീറ്റ പാടിയേ. എന്തുണ്ട് ബെനീറ്റ? ഒന്നുമില്ല. അമ്മ വിളിക്കാറില്ലേ? മോളുടെ നമ്പർ മാറിയോ? ഇല്ല, പഴയ നമ്പർ തന്നെ. അമ്മയുടെ കയ്യിലല്ലേ? മിസ്സിന്റെ കയ്യിലില്ലേ? അമ്മയുടെ കയ്യിലില്ല ഫോണല്ലേ? അല്ല അല്ല അല്ലേ? ഓക്കെ. പാഠം 15. എലിയും പൂച്ചയും. ഒരു മാർജാരൻ വനഭുവി രാത്രിയിൽ ഇരയും തെണ്ടി നടക്കുന്നേരം. വനഭുവി രാത്രിയിൽ ഇരയും തെണ്ടി നടക്കും നേരം തരസാ ചെന്നൊരു വലയിൽ ചാടി കരവും കാലുമിളക്കാൻ മേല. പരവശനപ്പോൾ ശ്രദ്ധിച്ചില്ലേ ബെനീറ്റ? കരവൂതും ചെയ്തവിടെ വലഞ്ഞു. അരികെയുള്ളൊരു പോട്ടിലിരിക്കും പെരുതായുള്ളൊരു മൂഷികനപ്പോൾ. തടിയൻ പൂച്ചയെ തേടിയൻ കരയതു കേട്ടെന്നു വിരണ്ട് ഉരിയാടാതെ മുഖം കാട്ടുന്നതു ഒരു കുറി കണ്ട പൂച്ചയും അപ്പോൾ സരസതയോടു വിളിച്ചാനവനെ പരവശനായി ഞാൻ മുഷിക വീര വലയിൽ ചാടി വലഞ്ഞിതു ഞാനൊരു ഞാനൊരു ഫലമില്ലാതെ മരിക്കാറായി. ഓക്കെ, ആദ്യത്തെ ഒരു രാത്രിയിൽ ഇരയും തെണ്ടി നടക്കുന്നേരം തരസാ ചെന്നൊരു
ഒരു ഉം, വലയിൽ ചാടി ഉം. കരുവും കാലുമിളക്കാൻ മേല. നിൽക്കാൻ ശിവൻ ഇപ്പോൾ മിയാവ് കരവൂതും കരവൂതും ചെയ്തവിടെ വലഞ്ഞു. അരികെ ചാർജില്ല. ചാർജില്ല. ആർക്കാ? ഫവാസിനാണോ? ചാർജ് എല്ലാം കുത്തി വെക്കണ്ടേ ഫവാസേ? വായിച്ചോ ആദ്യത്തെ. പേതായുള്ളൊരു മൂഷികൻ അപ്പോൾ അരിയായുള്ളൊരു പൂച്ചത്തടിയൻ കരയുന്നതു കേട്ടൊന്നു വിരണ്ടു. ഉരിയാടാതെ മുഖം കാട്ടുന്നത് ഒരു കുറി കണ്ട പൂച്ചയും അപ്പോൾ സരസതയോടു വിളിച്ചാനവനെ പരവശനായി ഞാൻ മുഷീരെ വീര വലയിൽ ചാടി ഞാനൊരു മരിക്കാനാറ്. ഓക്കെ. ആദ്യത്തെ നല്ല പോലെ വായിച്ചു പഠിക്കണേ. ഓക്കെ, എല്ലാവരും നല്ല പോലെ വായിച്ചു പഠിക്കണം കേട്ടോ. ഓക്കെ, ബൈ, സി യു. എല്ലാവരും നാളത്തെ പരിപാടി ഓർമ്മയുണ്ടല്ലോ അല്ലേ? എല്ലാവരും വരണേ. ഓക്കെ, ബൈ.